ലഹരിയുടെ ആഴങ്ങളിൽ സ്വയം അമർന്നമരാൻ ഈ മാജിക് മഷ്റൂം നിങ്ങളെ സഹായിക്കും. മാജിക് മഷ്റൂം നിരോധിത ലഹരി വസ്തുവല്ല എന്നൊരു നിർണായക വിധി കേരള ഹൈക്കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോഴാണ് പലർക്കും എന്താണ് മാജിക് മഷ്റൂം എന്ന ചിന്ത തന്നെ ഉണ്ടായത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുണ്ടാക്കിയ തരംഗത്തിനുമേൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ കുന്നുകളുടെ റാണിയായ കൊടൈക്കനാലിലേക്ക് വെച്ചുപിടിച്ചിരുന്നു. കൊടൈക്കനാൽ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന രീതിയിൽ ക്ലൈമറ്റിന്റെ സവിശേഷത കൊണ്ടോ പ്രകൃതി രമണീയത കൊണ്ടോ മാത്രമല്ല, ഇവിടെ ലഭ്യമായ മാജിക് മഷ്റൂംസിന്റെ പേരിൽ കൂടി പ്രസിദ്ധമാണ്. അതെ, ലഹരിയുടെ ആഴങ്ങളിൽ സ്വയം അമർന്നമരാൻ ഈ മാജിക് മഷ്റൂം നിങ്ങളെ സഹായിക്കും. പക്ഷേ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ചിന്തോസ്കി ഉദ്ദേശിക്കുന്നില്ല. ഈ വീഡിയോ ഇൻഫോർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പൊ മാജിക് മഷ്റൂം, ഇതിൽ സൈലോസൈബിൻ എന്നൊരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. LSDയിൽ അടങ്ങിയിരിക്കുന്ന അതേ ആസിഡാണിത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേ ട്രിപ്പിങ്ങും ഹാലൂസിനേഷനും ഇതിലും കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമയവും കാലവും ഒക്കെ നിങ്ങളുടെ ബോധത്തിനപ്പുറത്തായിരിക്കും. ചിലർക്ക് സ്വയമായി അവരുടെ ഒരു ആനന്ദ ലോകം ഹാലൂസിനേറ്റ് ചെയ്യപ്പെടുന്നു. ചിലരിത് ചായക്ക് കൂട്ടി കഴിക്കുന്നു, ചിലരിത് പച്ചയ്ക്ക് കഴിക്കുന്നു, ചിലരിത് പാകം ചെയ്തും കഴിക്കുന്നു. ടൂറിസ്റ്റുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായി കണ്ടുവരുന്നത്. പല രാജ്യങ്ങളിലും ഇത് സംബന്ധിച്ച് പല നിയമങ്ങളാണ്. കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഇത് നിരോധിത ലഹരി വസ്തുവാണ്. 1971 കൺവെൻഷനിൽ ഐക്യരാഷ്ട്ര സംഘടന സൈലോസൈബിൻ, സൈലോസിൻ തുടങ്ങിയവയെ ഷെഡ്യൂൾ 1 ഡ്രഗ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതും മെഡിക്കൽ ഉപയോഗങ്ങളിൽ പെടാത്തവയുമാണ് ഷെഡ്യൂൾ 1 പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല രാജ്യങ്ങളിലെയും നിയമങ്ങൾ സങ്കീർണമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം മാജിക് മഷ്റൂംസിനെ നിരോധിത ലഹരി വസ്തുവായി കാണാനാകില്ല എന്നാണ് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മഷ്റൂം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് ആണെന്നും കോടതി നിരീക്ഷിച്ചു. ഇത് കൃഷി ചെയ്യുന്നതോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതോ വിൽപ്പന നടത്തുന്നതോ അനുവദനീയമല്ല. എന്നാൽ ഇത് കൈവശം വെക്കുന്നത് കുറ്റകരമല്ല. മാജിക് മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവിന്റെ അളവ് കണക്കാക്കാത്ത സാഹചര്യത്തിലാണ് കോടതി ഇതിനെ ഫംഗസായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ എന്ന് നിരീക്ഷിച്ചത്. ലഹരിയുടെ യൂഫോറിയയിൽപ്പെട്ട് നിരവധി പേർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ജീവിതം നഷ്ടപ്പെടുത്തുന്നത്. ഗുണ കേവിൽ അകപ്പെട്ട് കയറി വന്ന സുഭാഷിനെ പോലെ സാധാരണ ജീവിതത്തിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ തൂലം കുറവാണ്. നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ കലാപരമായോ കായികപരമായോ ഉള്ള മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ലഹരിയുടെ കാണാകയങ്ങളിലേക്ക് വിട്ടുപോകുന്നതിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനാവുന്നതായിരിക്കും. സേ നോ ടു സിന്തറ്റിക് ഡ്രഗ്സ്.